നീതിയും കോടതിയും അന്യം നിന്ന് പോയിട്ടില്ല. പോലീസ് വിചാരിച്ചാൽ ആരെയും എന്തും ചെയ്യാനാകില്ല. ഡോക്ടർ MK റാമിൻ്റെ അറസ്റ്റിലെ വീഴ്ചയിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ കടുത്ത ഭാഷയിൽ ശകാരിച്ചുകൊണ്ട് കോടതി പറഞ്ഞതാണിത്. റാമിൻ്റെ അറസ്റ്റിൽ മാത്രം എങ്ങനെ വീഴ്ച പറ്റിയെന്ന് DYSPയോട് ഹൈക്കോടതി ചോദിച്ചു. നിയമം അറിയുന്ന നിങ്ങൾ മനഃപൂർവ്വമാണ് വീഴ്ച വരുത്തിയത്. പോലീസിന് ഒരു പ്രതിയെയും രക്ഷിക്കാനാവില്ലെന്നും ഹൈക്കോടതി തുറന്നു പറഞ്ഞു. വെറുതെ അച്ചടക്ക നടപടി ക്ഷണിച്ചു വരുത്തരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിതിൻ രാജിന്റെ ആത്മഹത്യാ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ SP KV വേണുഗോപാലിനെയും DYSP സുധീർ കല്ലനെയും വിളിച്ചുവരുത്തി ഹൈക്കോടതി ഉയർത്തിയ കടുത്ത വിമർശനം ഇങ്ങനെ: സുധീർ കല്ലൻ DYSP ആയിട്ട് എത്ര നാളായി? DYSP ആയിട്ട് എത്ര പേരെ അറസ്റ്റ് ചെയ്തു? 10ൽ 9ലും വീഴ്ചയില്ല. ഈ അറസ്റ്റിൽ മാത്രം എങ്ങനെ വീഴ്ച പറ്റി? അറസ്റ്റിലെ നിയമ നടപടിക്രമങ്ങൾ അറിയില്ലേ? പ്രതിയെ അറസ്റ്റിന്റെ കാരണങ്ങൾ അറിയിക്കാത്തത് മനഃപൂർവ്വമാണോ എന്നും DYSPയോട് സിംഗിൾ ബെഞ്ചിന്റെ ചോദ്യം. ഈ കേസുമായി ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥർ നിരന്തരം വിളിച്ചില്ലേ? തൂഫാൻ ഉൾപ്പെടെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ ശോഭ കെടുത്താനാണോ ശ്രമം? മറ്റൊരു മുറിവും പറ്റിയില്ല, പക്ഷേ പറ്റിയത് കഴുത്തിനാണ്. അങ്ങനെ സംഭവിച്ചാൽ ആൾ മരിച്ചു പോകും DYSP എന്നും ഹൈക്കോടതി പറഞ്ഞു. കോടതിയും നീതിയും അന്യം നിന്ന് പോയിട്ടില്ല. പോലീസ് വിചാരിച്ചാൽ ആരെ എന്തും ചെയ്യാനാകില്ല. പ്രതിക്ക് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കിയല്ല അന്വേഷിക്കേണ്ടതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരെ കോടതി കടുത്ത വിമർശനമുയർത്തി. എന്താണ് മേൽനോട്ട ചുമതലയെന്ന SP KV വേണുഗോപാലിനോട് ഹൈക്കോടതി ചോദിച്ചു. എല്ലാ കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിച്ചോ? അറസ്റ്റിന്റെ കാരണങ്ങൾ അറിയിച്ചോ എന്ന് പരിശോധിച്ചോ എന്നും SP-യോട് ചോദ്യം. പ്രതി രക്ഷപ്പെടാതിരിക്കാൻ പഴുതടച്ച അന്വേഷണം ഉറപ്പാക്കാനുള്ള മേൽനോട്ടമാണ് SP നടത്തേണ്ടത്. നിയമവും നടപടിക്രമങ്ങളും പാലിക്കാൻ പോലീസിന് ബാധ്യതയുണ്ട്. ഓരോ കേസിലും പ്രത്യേകം നിർദ്ദേശം കോടതി നൽകുന്നത് സാധ്യമല്ല. ഒരു കാര്യം ഓർത്തോളൂ, നിങ്ങൾക്ക് ഒരു പ്രതിയെയും രക്ഷിക്കാനാവില്ല. പ്രതി രക്ഷപ്പെടണോ എന്ന് കോടതികൾ നിയമപ്രകാരം തീരുമാനിക്കും. വെറുതെ അനാവശ്യ ശ്രമങ്ങൾ നടത്തരുത്. അച്ചടക്ക നടപടി ക്ഷണിച്ചു വരുത്തരുതെന്നും ജസ്റ്റിസ് A ബദറുദ്ദീൻ മുന്നറിയിപ്പ് നൽകി. DYSPക്കെതിരെ അച്ചടക്ക നടപടി ആരംഭിച്ചെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. എന്ത് നടപടിയെടുത്തു എന്ന് അറിയിക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.